ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇറ്റ്സ് മീ അഖിൽ സതീഷ് ആൻഡ് വെൽക്കം ടു അഖിൽ സതീഷ് വേൾഡ്. മക്കളെ, ഈ 2026 നോക്കുന്ന വിദ്യാർത്ഥികൾ കുറഞ്ഞത് 5 മിനിറ്റ് ഈ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ അതിനി അപേക്ഷിച്ചവരും ഓപ്ഷൻസ് കൊടുത്തവരും ഇനി കൊടുക്കാനിരിക്കുന്നവരും ഒക്കെയാണ് എങ്കിൽ തീർച്ചയായിട്ടും ഉപകാരപ്പെടും. കാരണം നിങ്ങൾക്ക് വേണ്ടിയാണ് A to Z കാര്യങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക് എന്താണ് എന്ന് കൃത്യമായിട്ട് പറഞ്ഞു തരുന്ന ഒരു വീഡിയോ ആണ്. ഇതിനു മുമ്പ് നമ്മളൊരു ഡെമോ വീഡിയോ ഒക്കെ ചെയ്തു, ഇനിയും നമ്മൾ ചെയ്യും. സോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോ. അപ്പോൾ ഇന്നലെ വൈകുന്നേരം, അതായത് ഏകദേശം രാത്രി 9-10 മണിക്ക് ഇടയ്ക്കാണ് ഇത്തരം ഒരു നോട്ടിഫിക്കേഷൻ വന്നത്. നമ്മൾ പറഞ്ഞു ജൂലൈ 2-ാം തീയതി തന്നെ ഓപ്ഷൻ രജിസ്ട്രേഷൻ അവർ ഇൻവൈറ്റ് ചെയ്യും. ഇതാ ഇപ്പോൾ വന്നിരിക്കുന്നത് എഞ്ചിനീയറിംഗ് ആണ്. വളരെ പ്രധാനമായിട്ട് മനസ്സിലാക്കുക, ഫാർമസിക്കാർ വെയിറ്റ് ചെയ്യുക. ഇപ്പോൾ എഞ്ചിനീയറിംഗ് കോഴ്സുകളിലേക്കുള്ള സെൻട്രലൈസ്ഡ് അലോട്ട്മെന്റ് ഓൺലൈൻ ഓപ്ഷൻസ് ക്ഷണിച്ചിരിക്കുകയാണ്. അതിൽ തന്നെ സംസ്ഥാനത്തെ എഞ്ചിനീയറിംഗ് കോളേജുകളിലേക്കുള്ള 2026-27 അധ്യയന വർഷത്തിലേക്കുള്ള നടപടികളാണ് ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നത്. ഇതിലെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ, നിങ്ങൾ വിട്ടുപോകാൻ സാധ്യതയുള്ള ചില കാര്യങ്ങൾ ഞാനൊന്ന് ഓർമ്മിപ്പിക്കാം. അതിലൊന്നാമത്തേത്, ഇതിനു വേണ്ടിയുള്ള ലാസ്റ്റ് ഡേറ്റ്, അതായത് നിങ്ങൾ മനസ്സിലാക്കുക, ഈ ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്യാനുള്ള നിങ്ങളുടെ ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് ജൂലൈ 6-ാം തീയതി വൈകുന്നേരം 4 മണിയാണ്. അപ്പോൾ ജൂലൈ 6 വൈകുന്നേരം 4 മണിക്കകത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഓപ്ഷൻസ് രജിസ്റ്റർ ചെയ്യാം. അതിന്റെ സൈറ്റെല്ലാം നിങ്ങൾക്ക് അറിയാൻ കാര്യമില്ല. ദെൻ ഇത് കഴിഞ്ഞിട്ട് 5-ാം തീയതി ട്രയൽ അലോട്ട്മെന്റ് വരും എന്നവർ പറയുന്നുണ്ട്. 6-ാം തീയതി വരെ നിങ്ങൾക്ക് അത് എഡിറ്റ് ചെയ്യാനുള്ള, മീൻസ് കംപ്ലീറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. ഇനി 7-ാം തീയതിയാണ് താൽക്കാലിക അലോട്ട്മെന്റ് പ്രസിദ്ധീകരണം എന്ന് പറയുന്നത് ഒഫീഷ്യലായിട്ട് വരുന്നത്. മറ്റേത് പ്രൊഫഷണൽ ആയിരിക്കും. അപ്പോൾ താൽക്കാലിക അലോട്ട്മെന്റ് 7-ാം തീയതി ആയിരിക്കും വരുന്നത്. 8-ാം തീയതി ഫസ്റ്റ് അലോട്ട്മെന്റ്, ആദ്യഘട്ട അലോട്ട്മെന്റ്. 9-ാം തീയതി മുതൽ അലോട്ട്മെന്റ് ലഭിച്ച വിദ്യാർത്ഥികൾ അലോട്ട് മെമ്മോയിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന പ്രവേശന കമ്മീഷണർക്ക് അടയ്ക്കേണ്ടതുമായിട്ടുള്ള തുക ഓൺലൈനായിട്ട് പേയ്മെന്റ് അടയ്ക്കേണ്ടതാണ്. നിശ്ചിത സമയത്തിനകം ഫീസ് അടയ്ക്കാത്ത വിദ്യാർത്ഥികളുടെ അലോട്ട്മെന്റും ബന്ധപ്പെട്ട സ്കീമിൽ ഹയർ ഓപ്ഷനുകളും റദ്ദാകുന്നതാണ്. റദ്ദാക്കപ്പെടുന്ന ഓപ്ഷൻ അടുത്ത ഘട്ടത്തിൽ ലഭ്യമാകുന്നതുമല്ല. ഹയർ ഓപ്ഷൻ റദ്ദാക്കപ്പെടുന്നതാണ്. അതായത് അലോട്ട്മെന്റ് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യണം, ഈ സിഇക്ക് അടയ്ക്കാനുള്ള ഫീസ്, അലോട്ട്മെന്റ് മെമ്മോയിൽ പറഞ്ഞിരിക്കുന്ന ഫീസ് എന്തായാലും അടയ്ക്കണം. അത് കോളേജുകൾക്കും നിങ്ങളുടെ റിസർവേഷൻ കാറ്റഗറികൾക്കും അനുസരിച്ച് ആ ഒരു ഫീസ് മാറും. ഇനി വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം എന്താണ്, തുടർന്നുള്ള അലോട്ട്മെന്റുകളുടെ സമയക്രമം യഥാക്രമത്തിലുള്ള വിജ്ഞാപനങ്ങളിലൂടെ, നോട്ടിഫിക്കേഷനുകളിലൂടെ സൈറ്റിൽ വരും എന്നുള്ളതാണ്. ദെൻ കീ പ്രോസ്പെക്ടസിൽ പറഞ്ഞിരിക്കുന്ന പ്രൊഫഷണൽ കോഴ്സുകളിലേക്കുള്ള എഞ്ചിനീയറിംഗ് കോഴ്സുകളിലേക്കും 1-ാം ഘട്ടത്തിൽ പ്രവേശന കമ്മീഷണർ അലോട്ട്മെന്റ് നടത്തുന്നത് ഓരോ നിർദ്ദേശാനുസരണമാണ്. എന്നിട്ട് കോളേജുകളുടെ ലിസ്റ്റ് അവർ തന്നിട്ടുണ്ട്. അതായത് ഓരോ പ്രോസ്പെക്ടസിനും അവർ പറഞ്ഞിട്ടുണ്ട് ഏതൊക്കെ ടൈപ്പാണ് വരുന്നത്. ഒന്ന് ഗവൺമെന്റ് എയ്ഡഡ് ഓട്ടോണോമസ് എഞ്ചിനീയറിംഗ് കോളേജസ്, അതുപോലെ തന്നെ കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയുടെ കീഴിലുള്ള എഞ്ചിനീയറിംഗ് കോളേജസ്, അതുപോലെ തന്നെ വെറ്റിനറി ആൻഡ് ആനിമൽ സയൻസിന്റെ ഇതിലുള്ളത് കോസ്റ്റ് ഷെയറിംഗ് ഉണ്ട്, സെൽഫ് ഫിനാൻസിങ് എഞ്ചിനീയറിംഗ് കോളേജ് ഉണ്ട്, അതുപോലെ തന്നെ സെൽഫ് ഫിനാൻസിങ് ഓട്ടോണോമസ് എഞ്ചിനീയറിംഗ് കോളേജുകളുണ്ട്. അപ്പോൾ ഓരോന്നും ഓരോ ടൈപ്പാണ് എന്നുകൂടി നിങ്ങൾ മനസ്സിലാക്കുക. ദെൻ ഇവിടെ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നിങ്ങൾ തീരുമാനിക്കേണ്ടതെന്ന് പറയുന്നത് സംവരണം, ശതമാന അടിസ്ഥാനത്തിലുള്ള സംവരണം. നിങ്ങൾ ഏതൊക്കെയാണ്, പലതരത്തിലുള്ള കാറ്റഗറി റാങ്ക് ലിസ്റ്റ് നമ്മൾ കണ്ടു. അപ്പോൾ അതിൽ സ്റ്റേറ്റ് മെറിറ്റ് ഉണ്ട്, സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന EWSന്റെ സെപ്പറേറ്റ് ലിസ്റ്റ് ഉണ്ട്, അതുപോലെ തന്നെ SEBC സാമൂഹികവും സാമ്പത്തികവുമായി പിന്നോട്ട് നിൽക്കുന്നവരുണ്ട്. ദെൻ അതിൽ തന്നെ ഈഴവ, മുസ്ലിം, BH ബാക്ക്വേർഡ്, ഹിന്ദു, ഒരുപാട് കാറ്റഗറീസ് വരുന്നുണ്ട്. ദെൻ അവസാനം SCയും STയും ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ ഈ ഓപ്ഷൻ രജിസ്ട്രേഷൻ ഫീസിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അത് 2000 രൂപയാണ് പ്രവേശന കമ്മീഷണർക്ക് ഓപ്ഷൻ രജിസ്ട്രേഷൻ ഫീ ആയി കൊടുക്കേണ്ടത്. അലോട്ട്മെന്റിൽ ലഭിച്ച പ്രവേശനം നേടുന്ന കോഴ്സിന്റെ ട്യൂഷൻ ഫീയിൽ ഈ തുക ഇളവ് വരുത്തുന്നതാണ്, വിലയിരുത്തുന്നതാണ്. അതായത് നിങ്ങൾ ഇപ്പോൾ അടയ്ക്കുന്ന ഈ ഫീസ് ഒരിക്കലും എക്സ്ട്രാ ഫീസ് അല്ല. നിങ്ങൾക്ക് അത് കഴിഞ്ഞ് കിട്ടുന്ന കോഴ്സിന്റെ ട്യൂഷൻ ഫീയിൽ നിന്ന് 2000 കുറച്ചിട്ടായിരിക്കും പിന്നീട് നിങ്ങൾക്ക് അടയ്ക്കേണ്ടതായിട്ട് വരുന്നത്. ആ ഡൗട്ടും മാറി എന്ന് ഞാൻ വിചാരിക്കുകയാണ്. ദെൻ ഓരോ കോളേജുകളെയും കുറിച്ച് അവർ എടുത്തു പറയുന്നുണ്ട്. എക്സെപ്ഷൻസ് വരുന്ന കോളേജാണ്. അത് കഴിഞ്ഞിട്ട് എഞ്ചിനീയറിംഗ് കോളേജിന്റെ കംപ്ലീറ്റ് ലിസ്റ്റ് മക്കളെ കൊടുത്തിട്ടുണ്ട്. ഓരോന്നിന്റെയും കോഴ്സ് ഫീ കൊടുത്തിട്ടുണ്ട്, മെറിറ്റ് ഫുൾ ഫീ. അതായത് പലരും ചോദിക്കുന്നുണ്ടായി ഓപ്ഷൻ രജിസ്ട്രേഷൻ സമയത്ത് മെറിറ്റ് ഫുൾ ഫീ ഓപ്ഷൻ, അതായത് നമ്മൾ ഈ ഒരു ഡെമോയിൽ ഒരു കോളേജ് സെലക്ട് ചെയ്യുമ്പോൾ ആ പേയ്മെന്റും കഴിഞ്ഞിട്ട് ഓപ്ഷൻസ് സെലക്ട് ചെയ്യുമ്പോൾ 2 രീതിയിൽ വരും. ഒന്ന്, ഒരേ കോളേജിൽ തന്നെ ഡിഫറെന്റ് സബ്ജക്ട്സ് വരും. അതുപോലെ തന്നെ ഒരു കോളേജിൽ തന്നെ ഒരു സബ്ജക്റ്റും ഒരു കോളേജിൽ ചേരുന്ന കോഴ്സിൽ തന്നെ ഫുൾ മെറിറ്റ് ഫീയും ലോവർ മെറിറ്റ് ഫീയും വരും. അപ്പോൾ അതിൽ നിങ്ങൾ എന്താണ് ഹയർ ഓപ്ഷൻ വെക്കേണ്ടത്? എക്സാക്ട്ലി ലോവർ മെറിറ്റ് ഫീ ആണ് ഹയർ ഓപ്ഷൻ വെക്കേണ്ടത്. കാരണം കുറഞ്ഞ ഫീസിൽ പഠിക്കാനല്ലേ നമ്മൾ എല്ലാവരും ആഗ്രഹിക്കുന്നത്. എന്നിട്ട് എന്ത് ചെയ്യുക, അതേ കോളേജിൽ തന്നെ കിട്ടണമെങ്കിൽ എന്നിട്ട് ഫുൾ മെറിറ്റ് ഫീ വെക്കുക. എന്നിട്ട് ഓരോ കോളേജുകളുടെയും അവർ കൊടുത്തിട്ടുണ്ട്. ലിസ്റ്റ് ഓഫ് ഗവൺമെന്റ് കോളേജുകൾ, 9 ഗവൺമെന്റ് കോളേജുകളുടെ ലിസ്റ്റ് കൊടുത്തിട്ടുണ്ട്. എയ്ഡഡ് ഓട്ടോണോമസ് കൊടുത്തിട്ടുണ്ട്. ദെൻ സെൽഫ് ഫിനാൻസിങ് കൊടുത്തിട്ടുണ്ട്, കോസ്റ്റ് ഷെയറിംഗ് കൊടുത്തിട്ടുണ്ട്. സോ എവറിത്തിങ് ഈ ഒരു നോട്ടിഫിക്കേഷനിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും എന്നുള്ളതാണ്. അപ്പോൾ
കൃത്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കാൻ മക്കളെ. ഈ പറയുന്ന ഓപ്ഷൻ രജിസ്ട്രേഷൻ, ഈ പറയുന്ന കാര്യങ്ങൾ, ലാസ്റ്റ് ഡേറ്റ്, അതുപോലെ തന്നെ ഫീസ്, ബാക്കി വരുന്ന കാര്യങ്ങൾ, കോളേജുകളുടെ ലിസ്റ്റ്, ഇതെല്ലാം നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ ഓൾറെഡി അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. സോ മറക്കണ്ട, ഒന്ന് ചെക്ക് ചെയ്യുക. ഏറ്റവും പുതിയ വാർത്തകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോ. ഓൾ ദി ബെസ്റ്റ്.